ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാം, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ അമർത്തിയാൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്ക കൊണ്ട് എങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം, നമ്മുടെ ഫേസിൽ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നെല്ലിക്ക കൊണ്ട് നമ്മുടെ സ്കിന്നിനുള്ളത്, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ സൈഡിലോ താഴെയോ ഒക്കെ ആയിട്ട് എഴുതി കാണിക്കാം. നിങ്ങളത് നോക്കിയാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പറയുന്നത് കൂടാതെ അങ്ങനെ കാണിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. എന്തൊക്കെ പ്ലസ് എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എഴുതി കാണിക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, നെല്ലിക്കയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി കൂടാതെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യും, നമ്മുടെ സ്കിൻ ബ്രൈറ്റൺ ചെയ്യും, നമ്മുടെ കോംപ്ലക്ഷനൊക്കെ ലൈറ്റൺ ചെയ്യും. അപ്പോൾ ഇത് തന്നെ ഭയങ്കര കാര്യമാണല്ലേ, നമ്മുടെ ഇത്രയും നല്ല ഗുണം ഇതിനുണ്ട്. അപ്പോൾ ഇത് ഇനി എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സൈഡിൻ്റെ ഒപ്പം എഴുതി കാണിക്കാം, നിങ്ങളത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് വന്നിട്ട് നമുക്കിതൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം. ടോണറായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. അതിൽ നമ്മുടെ അംല ജ്യൂസ്, നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസ്, അത് മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞ് കോട്ടൺ ടവൽ വെച്ച് പിഴിഞ്ഞോ അല്ലെങ്കിൽ അരിപ്പ് വെച്ച് പിഴിഞ്ഞോ അതിൻ്റെ ജ്യൂസ് എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുക. ഗ്ലിസറിനും വേണമെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. ഇനി റോസ് വാട്ടർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ ഗ്ലിസറിൻ ചേർക്കുക. ഒരു സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് അത് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വയ്ക്കുക. നിങ്ങളത് സാധാരണ ഒരു ടോണർ യൂസ് ചെയ്യുന്ന അങ്ങനെയാണോ, അതുപോലെ തന്നെ ഈ നെല്ലിക്കയും ഗ്ലിസറിനായിട്ടുള്ള ഈ മിക്സ് നിങ്ങൾ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡെയിലി നിങ്ങളിതൊരു ടോണറായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമ്മുടെ ഈ റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അതുപോലുള്ള ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതുപോലെ നല്ല മാറ്റം കണ്ടറിയാൻ പറ്റും. ഇത് പെട്ടെന്ന് മാറ്റം വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിന്യൂസ് 1 month ഒക്കെ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ സ്കിൻ ലൈറ്റൻ ആവും, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ കോംപ്ലക്ഷനൊക്കെ ലൈറ്റൻ ആവും, ഈവൻ ടോൺ ആവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ടോണറായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതാണ്. ടോണറായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് വന്നിട്ട് നമ്മുടെ അംല പൗഡർ മേടിക്കാൻ കിട്ടും. പൗഡർ മേടിക്കേണ്ട, നിങ്ങൾ അതിലും മായമൊക്കെ ഉണ്ടാവും, അത് നല്ലതാണോന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ നെല്ലിക്ക മേടിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെക്കുക. എന്നിട്ട് ഈ പൗഡറും അംല പൗഡറും അതിൻ്റെ ഒപ്പം യോഗട്ട്, കുറച്ച് തേൻ, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു പാക്ക് പോലെ അപ്ലൈ ചെയ്യുക. ഒരു ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ടൊരു 30 മിനിറ്റ് വെച്ച് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. നല്ല റിസൾട്ട് കിട്ടും. ഇത് പാക്കായിട്ട് യൂസ് ചെയ്യാം, ടോണറായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസമൊക്കെ ഇരുന്നോളും, ഒരാഴ്ചയൊക്കെ എങ്ങനെ ഇരുന്നോളും. ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്തിട്ട് വെറുതെ ഒരു കോട്ടൺ ബോളിൽ എടുത്തിട്ട് വെറുതെ നമ്മുടെ ശരിക്കും ടോണർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട, ഗ്ലിസറിനും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡെയിലി ഇതുപോലെ കോട്ടൺ ബോളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. ഇനി നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഇതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തെ മെത്തേഡിൽ പറഞ്ഞ പോലെ അംല ജ്യൂസ് മാത്രം എടുത്ത് സ്റ്റോർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഫില്ലർ ക്യാപ്പ് വരുന്ന ബോട്ടിലുണ്ടല്ലോ, ഈ സെറത്തിൻ്റെ ഒക്കെ ബോട്ടിൽ, അതിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഫില്ലർ എടുത്തിട്ട് നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. വേറെ കോട്ടൺ ബോളും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ വെള്ളം മസ്റ്റായിട്ടും ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 3 മെത്തേഡാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടോണറായിട്ട് അപ്ലൈ ചെയ്യാനാണ്. അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിന്നിലേക്ക് കുറച്ച് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നിങ്ങൾക്കും ഡെയിലി യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് എങ്ങനെ വന്നാലും ഒരാഴ്ചയൊക്കെ ഇതിങ്ങനെ വെക്കാൻ പറ്റും. അംല ജ്യൂസും ഗ്ലിസറിനും ആണല്ലോ മിക്സ് ചെയ്ത് വെക്കുന്നത്. എല്ലാ ദിവസവും എടുക്കുമ്പോൾ ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ടോണർ യൂസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ കൂടി പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 ദിവസം അതുപോലെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഈ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക നമ്മുടെ ഫൈൻ ലൈൻസിന്, റിങ്കിൾസിന്, ഡാർക്ക് സ്പോട്ടിന്, ബ്ലെമിഷസിന്, പിഗ്മെൻറ്റേഷന്, ഇതിനെല്ലാം നല്ലതാണ്. പിന്നെ ആക്നെ സ്കാർസ് ഉള്ളവരാണെങ്കിൽ അവർക്കും നല്ല ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ പാക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതിന് പകരം ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാറ്റം കണ്ടറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ബ്ലെമിഷസിന്, ഡാർക്ക് സ്പോട്ടിന്, പിമ്പിൾ മാർക്സ്, ഡാർക്ക് സ്പോട്ടിന്, പിന്നെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇതിനെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ഗുണം ചെയ്യും. നിങ്ങളിത് യൂസ് ചെയ്ത് അറിയുക. നെല്ലിക്ക കൊണ്ട് ഒരുപാട്
ഹെയർ കെയർ ടിപ്പ് ഒരുപാടുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനും നമ്മുടെ സ്കിന്നിനൊക്കെ നന്നായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ മിക്സ് ചെയ്ത് കാണിക്കാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഇത് മിക്സ് ചെയ്ത് കാണിക്കാനായിട്ടൊന്നുമില്ല. നെല്ലിക്കയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്ലിസറിൻ അതിലൊന്ന് മിക്സ് ചെയ്യുക, സ്പ്രേ ബോട്ടിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത് പാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യോഗട്ടും ഹണിയായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് തേക്കുക. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത്, വെറുതെ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.